അനുഗ്രഹം കൊണ്ട്, കാരുണ്യ പ്രവർത്തനം കൊണ്ട്, ആ പ്രവർത്തനത്തിനു വേണ്ടി കാത്തുകിടക്കുന്ന രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും കുടുംബക്കാർക്കും ഈ പ്രദേശത്തെ ഒരുപക്ഷെ ഇന്ന് മഹാബലിയുടെ നാമത്തിൽ അനുഗ്രഹം അന്നം കാത്തിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും ബഹുമാനപ്പെട്ട വേദിക്ക് വേണ്ടി കാത്തുകിടക്കുന്ന എന്റെ വിനീത നമസ്കാരം. രോഗികൾക്കും 24ാമത്തെ കുടുംബക്കാർക്കും ഓണസദ്യ ഈ പ്രദേശത്തെ ഒരുപക്ഷെ 24അല്ലേ മഹാബലി 25ാമത്തെ ഓണസദ്യ അനുഗ്രഹം കൊണ്ട് എന്ന് പറയുന്നത് സിൽവർ ജൂബിലി കൊണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ പ്രവർത്തനത്തിന് ഘോഷിക്കുന്ന അത് തന്നെ ഒരു ഉത്സവം. പക്ഷെ ഇതൊരു ഉത്സവമായി നമുക്കൊരിക്കലും ഇങ്ങനെ ഒരു ഉദ്ഘാടന വേദി പോലും എനിക്ക് യോജിപ്പില്ലാത്തതാണ്. ഞാൻ ആദ്യം മുതൽ പറഞ്ഞിട്ടുണ്ട്. മഹാബലിയുടെ ഇത് നാമത്തിൽ തീർത്തും ഇങ്ങനെ ഒരു മേട ഉണ്ടാവാതെ എല്ലാവരും ഇരിക്കുന്ന അതേ നിരത്തിൽ ഒരു വിളക്ക് കൊളുത്തി അധികം വർത്തമാനമൊന്നുമില്ലാതെ ഒരു അധ്യക്ഷൻ മാത്രം ഇതില് സംസാരിച്ച് അവരുടെ കാര്യങ്ങളിലേക്ക് കടക്കുന്നതാണ് എന്റെ ഭാഗം. അതുകൊണ്ട് തന്നെ ആദ്യം ഒരുപക്ഷെ ഇന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് മഹാബലിയുടെ നാമത്തിൽ ഓണസദ്യയിൽ വിളമ്പാനായിട്ട് അതിഥിയായിട്ട് എത്തുന്നത് 2001-ലോ 2002-ലോ ആണ്. എനിക്ക് കൃത്യമായി ഓർക്കാൻ പറ്റും. പ്രവർത്തനത്തിന് വേണ്ടി 2004 മുതൽ ഉള്ള കാര്യം ഇവിടെ മുരളിക്കറിയാം. അതിലെനിക്ക് തോന്നുന്നു 2012-ൽ മാത്രം എന്നെ ഈ ഒരു ദൗത്യം ഏൽപ്പിച്ച എന്റെ അമ്മ മൺമറഞ്ഞ ആ വർഷം മാത്രം ഞാൻ പങ്കെടുത്തില്ല. അനുഗ്രഹം കൊണ്ട് അമ്മ പറഞ്ഞത് ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നീ ഇത് ചെയ്തിരിക്കണം എന്നാണ്. ആ പ്രവർത്തനത്തിന് അമ്മയുടെ നേരാങ്ങള സനൽജിക്ക് ഉള്ള സമർപ്പണമായിട്ടാണ് അമ്മ അത് പറഞ്ഞത്. സനൽജി അവരുടെ കൂട്ടിരിപ്പുകാർക്കും ഇതിനുവേണ്ടി ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിതം ജീവൻ എല്ലാം ഒഴിഞ്ഞു വെച്ച് സത്യത്തിൽ എനിക്കിന്ന് കിട്ടിയിരിക്കുന്ന ഈ അനുഗ്രഹമൊക്കെ കിട്ടേണ്ടത് അദ്ദേഹത്തിന് അനുഗ്രഹം കൊണ്ട്. അപ്പോൾ അനന്തരവന് ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ചത് വഴി 2001-ലോ 2002-ലോ ഞാനിവിടെ ഒരു സാധാരണ സിനിമാ നടനായി ഒരു കലാകാരനായി ഇവിടെ വന്നു തുടങ്ങി. കുടുംബക്കാർ 2000 ഈ പ്രദേശത്തെ 16 പക്ഷെ ഇന്ന് ഒരു രാജ്യസഭ മഹാബലിയുടെ നാമത്തിൽ നോമിനേറ്റഡ് MP കൊണ്ട് ഇവിടെ വന്നത് പ്രവർത്തനം കൊണ്ട് ഇന്നിപ്പോ കേരളത്തിലെ ജനങ്ങൾ പ്രാർത്ഥിച്ച് തൃശ്ശൂരിലെ ബുദ്ധിയുള്ള മനുഷ്യർ ഹൃദയമുള്ള മനുഷ്യർ തീരുമാനിച്ചതിന്റെ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു MP ആയി വന്നു നിൽക്കുന്നതിന്റെ അഭിമാനമാണ് എന്നെ സംബന്ധിച്ച് മനസ്സിലെ ഏറ്റവും വലിയ പൂരമായി ഞാൻ കരുതുന്നത്. അതൊരു വലിയ നിയോഗമാണ്. ഒരു സബരിയയുടെ പര്യവസാനമാണ്, അല്ലെങ്കിൽ ഒരു പര്യവസാനത്തിലൂടെ ഒരു വലിയ തുടക്കത്തിനുള്ള കുടുംബക്കാർ കുറിപ്പെഴുതിയിരിക്കുകയാണെന്നൊന്നുമല്ല വ്യാഖ്യാനിക്കുന്നത്. ഇതൊരു ഈശ്വര നിശ്ചയമായി മഹാബലിയുടെ നാമത്തിൽ ആ ഈശ്വര നിശ്ചയം അങ്ങനെ കൊണ്ട് ജനതയുടെ എല്ലാ നന്മയിൽ മാത്രം പതിക്കുന്ന തരത്തിലുള്ള വളർച്ച എനിക്കും എല്ലാവർക്കും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവരുടെ കൂട്ടിരിപ്പ് എനിക്കിന്ന് ഒരുപക്ഷെ കുടുംബക്കാർക്കും ഈ പ്രദേശത്തെ ഞാൻ ആദ്യകാലത്ത് ഇവിടെ വരുന്ന സമയത്ത് മഹാബലിയുടെ കാലാവസ്ഥയുടെ ഒരു അനുകൂല ഗ്രഹം കൊണ്ട് സ്വഭാവമുള്ള ഒരുപാട് ഓണക്കാലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വലിയ പൊരിവെയിലില്ല. ഇന്ന് നല്ല പൊരിവെയിലുമുണ്ട്, ഇടയ്ക്ക് കുളിർത്ത കാറ്റുമുണ്ട് അവരുടെ കൂട്ടിരിപ്പുകാർ. പക്ഷെ മുന്നിൽ കാണുന്ന കാഴ്ചയിൽ ഈ പ്രദേശത്ത് എനിക്ക് അന്ന് ഒരു മെഡിക്കൽ കോളേജ് ജംഗ്ഷൻ കാണാൻ പറ്റുമായിരുന്നു. മഹാബലി ഇന്ന് നാമത്തിൽ ഒരു ഐശ്വര്യം, പച്ചപ്പന്റെ ഐശ്വര്യം വന്ന് അതിനിടയ്ക്ക് ഇങ്ങനെ ഇടതൂർന്ന് നിൽക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ ആ ജംഗ്ഷൻ ശരിക്കും കാണാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഓർക്കുകയാണ് കാലത്തിന്റെ ഒരു ഗമനമാണത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ നെല്ലിമരങ്ങൾ നമ്മുടെ സാംസ്കാരിക അല്ലെങ്കിൽ സങ്കല്പങ്ങളിലൊക്കെ പറയുന്നത് ലക്ഷ്മി ദേവി എന്നാണ് പറയുന്നത്. നെല്ലി ഐശ്വര്യത്തിന്റെ ലക്ഷണം പ്രവർത്തനം കൊണ്ട്. അപ്പോ നെല്ലി പട്ടിടം പ്രവർത്തനത്തിന് വേണ്ടി കാത്തുകിടക്കുന്ന
രോഗികൾക്കും അങ്ങനെ പറയത്തില്ല, അവരുടെ ദോഷമാണെന്ന് കുടുംബക്കാർക്കും ആ നെല്ലി ഇങ്ങനെ ഈ പ്രദേശത്ത് ഐശ്വര്യപൂർണമായി ഒരുപക്ഷെ ഇന്ന് തണുപ്പും മനസ്സിന് തണുപ്പും ഒക്കെ പകർന്ന് നിൽക്കുന്ന, എനിക്ക് തോന്നുന്നു സേവാഭാരതി ചെയ്യുന്ന ഈ കാരുണ്യ പ്രവർത്തനത്തിന്റെ ഒരു തണുപ്പും നനവും ഒക്കെ സൂചിപ്പിച്ചുകൊണ്ട് പുതിയൊരു ബിംബമായിട്ട് നെല്ലിമരം ഇങ്ങനെ തളർന്നു നിൽക്കുന്ന കാണുമ്പോൾ വലിയ സൗഖ്യമുള്ള കാഴ്ചയാണ് ഹൃദയത്തിന്. എല്ലാവർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഓണാശംസകൾ നേർന്നുകൊണ്ട് 25ാമത് എന്ന് പറയുന്ന ഒരു പെരുമ തന്നെ. ഇത്രയും ദൂരം ഇവർക്കിത് സംഘാടനത്തിലൂടെ ചെയ്തെടുക്കാൻ കഴിഞ്ഞുവെങ്കിൽ വലിയ പെരുമ തന്നെയാണ് ഇത്. പ്രവർത്തനത്തിന് വേണ്ടി വേറെ വിവിധ രീതിയിൽ ആരോഗ്യ പരിപാലന രംഗത്ത് പാരാമെഡിക്കൽ എന്ന് പറയുന്നതിന്റെ ഭാഗമായിട്ട് ഇന്നത്തെ ഈ അന്നം എന്ന് പറയുന്നത് മറ്റ് ഭക്ഷണശാലകളിലോ അല്ലെങ്കിൽ വിപണനശാലകളിലോ ഒന്നും ലഭിക്കാത്ത അവസ്ഥയിൽ ഇത് ദൈവികമായ ഒരു നിർവഹണമാണെന്ന് തന്നെ വീണ്ടും വീണ്ടും എടുത്തെടുത്ത് പറയേണ്ടി വരും. 25 വർഷവും അത് കൃത്യമായി ചെയ്യാൻ സാധിക്കുന്നു. ക്യാൻസർ രോഗികൾക്ക് വേണ്ടി സേവാഭാരതി ഇവിടെ നിർമ്മിച്ചിട്ടുള്ള ഒരു സൗധം എന്ന് പറയുന്നത് അതുപോലെ കേരളത്തിന്റെ മിക്കവാറും എല്ലാ പ്രദേശങ്ങളിലും ക്യാൻസർ എന്ന് തന്നെ അങ്ങോട്ടൊന്ന് വേർതിരിച്ച് കാണാതെ രോഗികൾക്ക് വേണ്ടുന്ന കിടപ്പുമുറി സൗകര്യങ്ങൾ, അവർക്ക് വേണ്ടി കുളിക്കാനും നനയ്ക്കാനുമുള്ള സൗകര്യങ്ങളും ഒക്കെ ഒരുക്കുന്ന ഒരു വലിയ സന്ദേശമായിട്ടാണ് തിരുവനന്തപുരത്തെ സേവാഭാരതിയുടെ ആ സൗധം ഒരുപക്ഷെ വലിയൊരു സന്ദേശ വാഹകനായി മാറിയിരിക്കുന്നത്. എല്ലാറ്റിനും ചേർത്ത് സേവാഭാരതിയെ 23ാം തവണയും അനുമോദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് അനുഗ്രഹം 2024 കാരുണ്യ സമ്പുഷ്ടിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അതിന്റെ ഭാഗമായി നടത്തുന്ന ഈ ദയ ഇവിടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. എല്ലാവർക്കും എന്റെ സ്നേഹം, നന്ദി, നമസ്കാരം. ഇന്നിവിടെ മഹാബലിയുടെ നാമത്തിൽ ഇന്നിവിടെ ഈ വേദിയിൽ വെച്ച് ആദരിക്കപ്പെടുന്ന പ്രവർത്തനം കൊണ്ട് അമ്മ, ആ പത്മാവതി അമ്മ എന്ന പേര്, പക്ഷെ പ്രവർത്തനം കൊണ്ട് ഒരു പ്രത്യേക വിഭാഗത്തിന്റെ കുടുംബക്കാർക്ക് രോഗശയ്യയിൽ എത്താതിരിക്കാൻ ഉള്ള സൂചനകൾ നൽകുന്ന പ്രവർത്തനങ്ങളിൽ അനുഗ്രഹം കൊണ്ട് 62 വർഷം പ്രവർത്തനം കൊണ്ട് ആ പ്രവർത്തനത്തിന് 60 വർഷം കിടക്കുന്ന ഇപ്പൊ എത്ര വയസ്സായിരിക്കും അവരുടെ കൂട്ടിരിപ്പുകാർ 60 വർഷമായി ഈ പെൻഷനായി കഴിഞ്ഞിട്ടും ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഏതാണ്ട് 24-26 വർഷമായില്ലേ നാമത്തിൽ ഇപ്പോഴും ഊർജസ്വലയായി പ്രവർത്തനം കൊണ്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. പ്രവർത്തനത്തിന് വേണ്ടി കാത്തുകിടക്കുന്നു. എനിക്ക് വേണ്ടുന്ന പഞ്ചസാരയെ സംബന്ധിച്ചും കൊളസ്ട്രോളിനെ സംബന്ധിച്ചും മറ്റ് കുടുംബക്കാർക്കും യൂറിക് ആസിഡ് ഈ പ്രദേശത്ത് എല്ലാ നിർദ്ദേശങ്ങളും സൂചനകളും താക്കീതുകളും നൽകുന്നതും ഈ അമ്മ തന്നെയാണ്. കഴിഞ്ഞ എത്രയോ വർഷമായി 2013 മുതൽ എന്റെ ബ്ലഡ് ചെക്ക് എന്ന് പറയുന്നത് ഈ അമ്മയുടെ ഹൃദയത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. രോഗികൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. കൂട്ടിരിപ്പുകാർക്കും കുടുംബക്കാർക്കും അവസാന ശ്വാസം നിലച്ചാലും ഇത് ചെയ്യാനുള്ള കർമ്മികളെ സ്ഥാപിച്ചേ പോകുമെന്ന് പറയുന്ന ശപഥമെടുത്തിരിക്കുന്ന ആ മഹതിയെയാണ് ഈ വേദിയിൽ വെച്ച് നമ്മൾ ആദരിക്കുന്നത്. ആ അമ്മയെ ഞാനൊന്ന് വണങ്ങുകയാണ്. നന്ദി, നമസ്കാരം.